ഹലോ മൈ ഗൈസ്, കുറേ നാളായാലും ഇതുപോലെ ഇരുന്ന് സംസാരിച്ചിട്ട്. എനിക്കൊന്ന് ലാസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു. യെസ്, കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, ട്രെയിനിങ് സമയത്തുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ ജോലി തപ്പിക്കൊണ്ടിരുന്നപ്പോഴും ജോലി കിട്ടിയപ്പോഴെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 1.5 വർഷം വലിയൊരു ഗ്യാപ്പ് വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അന്നേരം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായി. നിങ്ങളെ കണ്ടിട്ടാണ് പഠിക്കണമെന്ന് ആഗ്രഹം വന്നത്, പഠിച്ചതും നിങ്ങളെ കണ്ടിട്ട് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തതും ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്നതെന്ന് പറയുമ്പം നിങ്ങൾ അതായത് കുറച്ച് ആൾക്കാരുടെയൊക്കെ കോൺഫിഡൻസ് പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചത് വെറുതെ ആയോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ അവർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി കുറേ ആൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും അങ്ങനത്തെ കുറേ ചിന്തകൾ വന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഒരു പുതിയ സ്റ്റെപ്പ് വെച്ചതൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി കുറച്ചാളെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യാട്ടെ. അതിലാണ് ഞാൻ എന്താ പറയുക ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് സത്യം പറഞ്ഞാൽ വിട്ടു പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം, അതിൽ കയറി ഫോളോ ചെയ്യട്ടെ. ഡിസ്ക്രിപ്ഷനിൽ ID ഉണ്ടാവും, ലിങ്ക് കൊടുക്കാം. അപ്പം എന്താ പറയുക, അങ്ങനെ ഞാൻ 1.5 വർഷം ഞാൻ വീട്ടിലിരുന്നിട്ട് ഇൻഷാ അല്ലാ ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. യെസ്, എല്ലാവരുടെയും ഒരാഗ്രഹമായിരിക്കും എന്താ പറയുക സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ളത്. അതിപ്പം അൽഹംദുലില്ലാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ ഏതാന്നുള്ളതൊന്നും ആർക്കും വലിയ ഐഡിയ ഇട്ടിട്ടില്ല തോന്നുന്നു. കാരണം ഇൻസ്റ്റയിൽ അങ്ങനെ ഞാൻ അതിന് റീൽ ഇട്ടിനെങ്കിലും ഇപ്പം ഒരുപാട് മെസ്സേജ് വന്നുണ്ട്, എന്തെന്നാ തുടങ്ങി. അതുപോലെ മനസ്സിലായവർ ചോദിക്കുന്നുണ്ട്, ഒരു ഹോം ബേക്കർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഷെഫ് എന്നുള്ള കാറ്റഗറിയിൽ ഉണ്ടായിട്ട് ഇപ്പം എന്താ ഇങ്ങനെ തുടങ്ങിയ, പേസ്ട്രി അല്ലല്ലോ ഇത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫെലോക്ക് എന്നുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. 4 പേരുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ അവർ 3 പേര് ഓൾറെഡി തുടങ്ങി വെച്ച ഒരു സാധനമായിരുന്നു. അതിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെന്താ പറയുക ഒരു വലിയൊരു ഓഫീസ് സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. അതെൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്കി അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നതേ ഇല്ലും. ഇൻഷാ അല്ലാ അതെല്ലാം അപ്ഡേറ്റ് വരും. അപ്പോൾ ഇതിലെന്താ നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫുഡ് മാനുഫാക്ചറിങ് കമ്പനി പോലെയാണ് കേട്ടോ. ആദ്യം നമ്മളതിൽ ചെയ്യുന്നത് പീനട്ട് ബട്ടർ, ഹണി പീനട്ട് ബട്ടർ എന്നുള്ള ഒരു വേരിയൻറ്റിൽ നമ്മൾ പീനട്ട് ബട്ടറാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ലോഞ്ചിങ് സെറമണി ഉണ്ടാവും. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് എല്ലാം കാണിച്ചു തരാം. അപ്പം ഇപ്പം നമ്മൾ എന്താ പറയുക പീനട്ട് ബട്ടർ, പിന്നെ ഇൻഷാ അല്ലാ ഭാവിയിൽ അങ്ങോട്ടും ഓരോ പുതിയ പ്രൊഡക്ട്സ് നമ്മളെ പേരിൽ ഓൺ മാനുഫാക്ചർ ചെയ്തിട്ട് വരും. പക്ഷെ അതിൻ്റെ എല്ലാം അപ്പുറം ഫെലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് ലോക്കൽ പീപ്പിൾ ആണ്. ഫെലോക്ക് അതാണ് നമ്മളെ ലോക്കൽ കമ്മ്യൂണിറ്റി, അതാണ് നമ്മളിത്. അത് ശരിക്കും പറഞ്ഞാൽ ലോക്കലിനെ എംപവർ ചെയ്യുക എന്നുള്ളത് ഒരൊറ്റ ഉദ്ദേശമാണ് ഇത് എന്താ പറയുക നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഒരുപാട് കഴിവുകളും കുറേ എന്താ പറയുക വെറുതെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും എന്താ പറയുക ഒന്നും ചെയ്യാം, ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കണം അല്ലെങ്കിൽ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത കുറേ ഉമ്മമാർ കുറേ ഉപ്പമാർ നമ്മളെ ചുറ്റും ഉണ്ടാവും. നല്ല കൈപ്പുണ്യമുള്ള അല്ലേ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ പ്രൊഡക്ട്സ് എടുത്തിട്ട് അതിനെ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതൊരു ഭാഗത്ത്. അതുകൂടാതെ നമ്മളെ ഫെലോക്കിൻ്റെ ഓൺ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം ഇറക്കും. പിന്നെ നീ ഇത് സെലക്ട് ചെയ്തെന്ന് ചോദിക്കാമെന്നുണ്ടെങ്കിൽ പേസ്ട്രി അല്ലല്ലോ, അങ്ങനെ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായി. ഞാൻ 1.5 വർഷം ഒന്നും ചെയ്യാണ്ടിരുന്ന് ഇനിയും ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ. അപ്പം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ ഒന്നും ചെയ്യാത്തതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എന്തെങ്കിലും ചെയ്യുന്നത്. നമ്മൾ എന്തിലെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് എല്ലാം നടക്കും. അതിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ല അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാ നമ്മളിനി ഓവനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക നമ്മളതായിട്ടുള്ള കുക്കീസ്, ബ്രൗണീസ് ഇതിലെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ്ങിലാണ് ഇൻഷാ അല്ലാ. അപ്പം എന്താ പറയുക ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല ഏകദേശം. അപ്പം ഇൻഷാ അല്ലാ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം അറിയിക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ല, അടുത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്തെങ്കിലും തുടങ്ങിയേ പറ്റൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് സിമ്പിളല്ല. അപ്പം ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്റ്റെപ്പ് വെച്ച് അടുത്തടുത്ത സ്റ്റെപ്പുകളിലായിട്ട് അടുത്തേക്ക് എത്തിച്ചേരും ഇൻഷാ അല്ലാ. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറയാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളോട് വേറൊരു കാര്യം പറയാനില്ല. എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ച് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, എഞ്ചിനീയറിങ് കഴിഞ്ഞ് 7 കൊല്ലമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് നമ്മൾ എന്താ പറയുക പെണ്ണുങ്ങളാണ്, നമുക്ക് മക്കളുണ്ടാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബ്രേക്ക് വരും. അപ്പോൾ അവരിട്ടിട്ട് പോകാനും നമുക്ക് പറ്റണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് വർഷങ്ങൾ ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും. അതൊന്നും എല്ലിൻ്റെ അവസാനമൊന്നുമല്ല. ഞാൻ എന്താ പറയുക ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങളെ മുമ്പിലെല്ലാം ഉത്തരം മുട്ടി നിന്നിട്ടുണ്ട്. എന്നാൽ പോലും എന്താ പറയുക എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിന് ഇൻഷാ അല്ലാ വിചാരിച്ചത് എത്തുന്നില്ല. ഇപ്പോൾ ഞാൻ എത്തിയിട്ടൊന്നുമില്ല, ഞാൻ വലിയ ഡയലോഗുകളൊക്കെ ഒന്നുമല്ല. പക്ഷേ ഒരു സ്റ്റെപ്പ് വെച്ചതുകൊണ്ടാണ് ഈ ധൈര്യത്തിൽ നിങ്ങളോട് പറയുന്നത്. ഒരു ഗ്യാപ്പ് വന്നതെന്നുള്ളതിൻ്റെ അർത്ഥം എല്ലാം അവസാനിച്ചെന്നുള്ളതല്ല. നമ്മളെ ഉള്ളിലുള്ള ആ ഒരു നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ എന്താ പറയുക ആ ഒരു വിശ്വാസത്തിന് നിങ്ങൾ കളയാണ്ടിരിക്കുക. ഇൻഷാ അല്ലാ വിചാരിച്ച സ്ഥലത്ത് എത്തും. നമ്മളെന്താ പറയുക
ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ എഴയാന്നൊക്കെ പറയുന്നതിന് എത്രയോ കറക്റ്റ് തന്നെയാണ് അത് ലൈഫിൽ. അപ്പം അത് മുമ്പിലോട്ട് കൊണ്ടുപോകാനായി ഇപ്പം മറ്റേ പുണ്യാളം വന്നിട്ട് മറ്റേ ഇത് പറയുന്നത് പോലെ ഉണ്ടല്ലേ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഒരുപാട് മെസ്സേജ് സപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കുറേ കൊല്ലങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വർഷങ്ങളായി, 4 കൊല്ലം കഴിഞ്ഞ്. അന്നേരം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾക്കും തിരിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാട്ടോ. ഇൻഷാ അല്ലാ കണ്ടാൽ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.